ഇന്ന് ലോകം മുഴുവൻ ഒരു കാൽപന്തിന്റെ ചുവട്ടിലാണ്. ഇന്ന് ലോകം മുഴുവനും ഒരു കാൽപന്തിന്റെ ചുവട്ടിലാണ് സഞ്ചരിക്കുന്നത്. ഫിഫ വേൾഡ് കപ്പ് 2026 നടക്കുകയാണ്. ഏത് കപ്പിലും നന്മയുടെ പ്രതീകമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിന് ഒരുപാട് നന്മയുണ്ട്. കാരണം എന്താണല്ലോ, അദ്ദേഹം 2021 യൂറോ കപ്പിൽ അദ്ദേഹം മത്സരത്തിന് ശേഷം പത്രക്കാരുമായി അഭിമുഖം നടത്തി. അങ്ങനെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ചെന്നിരുന്നപ്പോ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് കൊക്കക്കോള വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ആ കൊക്കക്കോള അദ്ദേഹത്തെ മാറ്റിയിട്ട് വെള്ളപ്പാട്ടം അദ്ദേഹം ആ ഒരു പ്രവൃത്തിയിലൂടെ കൊക്കക്കോള കമ്പനിക്ക് അന്നത്തെ ദിവസം 4 ബില്യൺ നഷ്ടമാണുണ്ടായത്. 4 ബില്യൺ നഷ്ടമുണ്ടായി. എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്? സ്വച്ഛാധിപതികളായ കിങ്കരന്മാർക്ക് അദ്ദേഹം വഴിപ്പെടുന്ന പ്രതീകമല്ല. അദ്ദേഹം ഒരിക്കലും അമേരിക്കക്കോ അതുപോലെ ഇസ്രായേലിനോ അദ്ദേഹം കൈകൊടുക്കില്ല. അങ്ങനെ കൈകൊടുക്കാത്തതിന്റെ പേരിൽ സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾക്ക് അദ്ദേഹം മുട്ടുമടക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വേൾഡ് കപ്പിൽ ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ബോൾ കിട്ടിയത് 1-2 തവണ മാത്രമാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്, അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നാലും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല നന്മയുടെ പ്രതീകമാണ് വേൾഡ് കപ്പിൽ, ഈ വർഷത്തെ വേൾഡ് കപ്പിലെ ഏറ്റവും നന്മയുടെ പ്രതീകമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ടാറ്റു വെക്കില്ല, അദ്ദേഹം മദ്യപിക്കില്ല, ലഹരിക്ക് അടിയില്ല. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്നത്തെ ദിവസം ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ആ ദിനത്തിൽ നാം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കണം. അദ്ദേഹം ടാറ്റു ചെയ്യൂല, അദ്ദേഹം മദ്യപിക്കില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ എന്റെ ബ്ലഡ് വർഷത്തിൽ 2 തവണ ഡൊണേറ്റ് ചെയ്യും, പാവപ്പെട്ടവർക്ക് ഡൊണേറ്റ് ചെയ്യും. ആ ബ്ലഡ് ഡൊണേറ്റ് സ്വീകരിക്കണമെങ്കിൽ മെഡിക്കൽ നിയമപ്രകാരം മദ്യപിക്കാനോ ടാറ്റു ചെയ്യാനോ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കാത്തത്, ടാറ്റു ചെയ്യാത്തത് എന്നൊക്കെ പറയുമ്പോ ആരാണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ മതത്തിന്റെ നിയമപ്രകാരം, അദ്ദേഹത്തിന്റെ ആശയപ്രകാരം, ആദർശപ്രകാരം മദ്യപിക്കുന്നതിനോ ടാറ്റു വെക്കുന്നതിനൊന്നും തടസ്സമല്ല. 24 മണിക്കൂർ ഖുർആൻ തസ്ബീഹ് പിടിച്ച് നടക്കുന്ന നമുക്കൊക്കെ, നമ്മുടെ നാട്ടിൽ യുവാക്കൾക്ക് നമുക്കൊക്കെ മാതൃകയാണ് ആ ഒരു പ്രവൃത്തി മാത്രം.